ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ കരസേന കേവലം ഒരു സായുധ സേന മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പര്യായം കൂടിയാണ്. ഒരു സൈനികന്റെ യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മൂർത്തമായ പ്രതീകമാണ്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ സിരകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചില നിഴലുകളും ആചാരങ്ങളും അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തികച്ചും ഭാരതീയമായ ഒരു സ്വത്വത്തിലേക്ക് മാറാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 174 പേജുകളുള്ള ആർമി യൂണിഫോംസ് 2026 എന്ന പുതിയ സമഗ്ര മാർഗരേഖയിലൂടെ സൈന്യത്തിന്റെ വസ്ത്രധാരണത്തിലും വ്യക്തിഗത ചിട്ടകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന രീതികൾ ഉടച്ചു വാർത്തുകൊണ്ട് രാജ്യത്തിന്റെ സമകാലിക മൂല്യങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഈ പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു വസ്ത്രമാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു സാംസ്കാരിക നവീകരണമാണ്. പുതിയ ഡ്രസ് കോഡ് പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ബാൻഡി ജാക്കറ്റ് അഥവാ അടഞ്ഞ കഴുത്തുള്ള കോട്ടുകൾ ധരിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. പാശ്ചാത്യ ശൈലിയിലുള്ള സ്യൂട്ടുകൾക്ക് പകരം പൂർണ്ണ കൈയുള്ള ഷർട്ടുകൾക്ക് മുകളിൽ ധരിക്കാൻ കഴിയുന്ന ഈ ജാക്കറ്റുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്. കഴുത്തിൽ ഹുക്കുള്ളതോ ഇല്ലാത്തതോ ആയ ശൈലികൾ ഇതിനായി തിരഞ്ഞെടുക്കാം. എന്നാൽ സൈനിക ഗാംഭീര്യത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇവ കടും നിറങ്ങളല്ലാത്ത വളരെ ലളിതമായ നിറങ്ങളിൽ ഉള്ളതായിരിക്കണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങളിലും പ്രായോഗികവും ശ്രദ്ധേയവുമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ റാങ്കുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്കായി ഡ്രസ് 3B എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പുതിയ ശൈത്യകാല വസ്ത്രം അവതരിപ്പിച്ചു. അങ്കോള ഷർട്ട്, ബാറ്റിൽ ജാക്കറ്റ്, ബെററ്റ് തൊപ്പി എന്നിവയടങ്ങുന്നതാണ് ഈ പുതിയ യൂണിഫോം. നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ജേഴ്സി അടിസ്ഥാനമാക്കിയുള്ള ശൈത്യകാല വസ്ത്രമായ ഡ്രസ് 3Aയ്ക്ക് പകരമായാണ് ഇത് വരുന്നത്. 2029 ജൂൺ മാസത്തോടെ പഴയ യൂണിഫോം പൂർണ്ണമായും പിൻവലിച്ച് ബാറ്റിൽ ജാക്കറ്റുകൾ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഡ്രസ് കോഡ് പ്രാബല്യത്തിൽ വരുത്താനാണ് സേന ലക്ഷ്യമിടുന്നത്. ഈ മാറ്റം സൈനികർക്ക് കടുത്ത തണുപ്പിലും കൂടുതൽ സൗകര്യപ്രദമായി ജോലി ചെയ്യാനും സേനയിലുടനീളം ഏകാത്മകമായ ഒരു രൂപം നിലനിർത്താനും സഹായിക്കും. സൈന്യത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവും നേതൃത്വവും വർദ്ധിച്ചു വരുന്ന സമകാലിക സാഹചര്യത്തിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ വസ്ത്രധാരണത്തിലും വ്യക്തവും പ്രായോഗികവുമായ നിർദ്ദേശങ്ങൾ പുതിയ മാർഗരേഖ നൽകുന്നുണ്ട്. തിളക്കമില്ലാത്തതും ലളിതമായ നിറങ്ങളിലുമുള്ള സാരികൾ, ചുരിദാർ, കണങ്കാൽ വരെയുള്ള സ്ട്രെയിറ്റ് പാൻറ്റുകൾ, ദുപ്പട്ട എന്നിവ ഔദ്യോഗികമായി ധരിക്കാൻ വനിതാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ അനുമതിയുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥയ്ക്കും സംസ്കാരത്തിനും അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതവർക്ക് അവസരം നൽകുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം സൈനികമായ അച്ചടക്കം കാത്തുസൂക്ഷിക്കാൻ ചില വസ്ത്രങ്ങൾക്ക് കർശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൈകളില്ലാത്ത കുർത്തകൾ, അതുപോലെ പലാസോ പാൻറ്റുകൾ, സിഗരറ്റ് പാൻറ്റുകൾ പോലെയുള്ള കാഷ്വൽ വസ്ത്രങ്ങൾ എന്നിവ യൂണിഫോമിനൊപ്പം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, പൊട്ട്, മൂക്കുത്തി എന്നിവ യൂണിഫോമിൽ ആയിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. വിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ ആചാരപ്രകാരം സിന്ദൂരം ധരിക്കാമെങ്കിലും ഔദ്യോഗിക തൊപ്പിയായ ബെററ്റോ, പീക്ക് ക്യാപ്പോ ധരിക്കുമ്പോൾ അതിന് പുറത്തേക്ക് സിന്ദൂരം കാണാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്ന സൈന്യത്തിന്റെ സമത്വബോധവും അച്ചടക്കവും നിലനിർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നു പോന്നിരുന്ന പല ആചാരങ്ങൾക്കും വാക്കുകൾക്കും ഈ പുതിയ രേഖയോടെ അവസാനമാവുകയാണ്. നൂറ്റാണ്ടുകളായി സൈനിക രേഖകളിൽ അവതരിപ്പിച്ചിരുന്ന റോയൽ പോലെയുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ വാക്കുകളുടെ ഔദ്യോഗിക ഉപയോഗം പൂർണ്ണമായും നിർത്തലാക്കി. അതുപോലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പ്രധാന വിരുന്നുകളിലും ചടങ്ങുകളിലും ധരിക്കുന്ന മെസ് ഡ്രസ് നമ്പർ 5, 6 എന്നിവയിൽ നിന്ന് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന പാച്ച് ബെൽറ്റുകൾ ഒഴിവാക്കി. രാഷ്ട്രപതി ഭവൻ, രാജ്ഭവൻ, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്നിവിടങ്ങളിലെ ചടങ്ങുകളിലും വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന പരിപാടികളിലും ധരിക്കുന്ന പ്രധാനപ്പെട്ട വസ്ത്രങ്ങളാണ് ഇവ. സൈനിക പരേഡുകളിലെ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പരേഡുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ വാളുകൾ വഹിക്കുന്നത് ഇനി മുതൽ നിർബന്ധമല്ലെന്ന് തീരുമാനിച്ചു. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, ആർമി ഡേ തുടങ്ങിയ വലിയ സെറിമോണിയൽ ചടങ്ങുകളിൽ പരേഡ് കമാൻഡർമാർ, കണ്ടിജന്റ് കമാൻഡർമാർ എന്നിവർ മാത്രമേ ഇനി നിർബന്ധമായും വാളുകൾ ഉപയോഗിക്കേണ്ടതുള്ളൂ. പരേഡ് പരിശോധിക്കുന്നവർക്ക് വാളില്ലാതെ തന്നെ തങ്ങളുടെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കാൻ ഇതിലൂടെ സാധിക്കും. സൈനികരുടെ വ്യക്തിപരമായ രൂപഭാവങ്ങളെക്കുറിച്ചും ആർമി യൂണിഫോംസ് 2026 അതിസൂക്ഷ്മവും കർശനവുമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശരീരത്തിൽ പച്ച കുത്തുക, അതുപോലെ ശരീരത്തിൽ തുളയിട്ട് ആഭരണങ്ങൾ ധരിക്കുക എന്നിവ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. പുരുഷന്മാരുടെ മീശയുടെ കാര്യത്തിലും സൈന്യം വ്യക്തമായ അളവുകൾ നൽകിയിട്ടുണ്ട്. മീശയുടെ നീളം 12 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. യൂണിഫോമിൽ നിൽക്കുമ്പോൾ പെർഫ്യൂമുകളോ ഡിയോഡറന്റുകളോ
ലോഷനുകളോ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. എങ്കിലും ആഫ്റ്റർ ഷേവ് ലോഷനുകൾ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. കാഴ്ച പരിമിതികൾ പരിഹരിക്കാൻ കണ്ണടകൾക്ക് പകരം കോൺടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നവർ തങ്ങളുടെ കണ്ണുകളുടെ സ്വാഭാവിക നിറത്തോട് ചേർന്ന് നിൽക്കുന്ന ലെൻസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നതും ശ്രദ്ധേയമാണ്. തിളക്കമാർന്നതോ മറ്റ് നിറങ്ങളുള്ളതോ ആയ കോൺടാക്ട് ലെൻസുകൾക്ക് കർശന വിലക്കുണ്ട്. കൈകളിൽ ബ്രേസ്ലെറ്റുകളോ മറ്റ് ആഭരണങ്ങളോ ധരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പൂജകളോ മതപരമായ ചടങ്ങുകളോ നടക്കുന്ന ദിവസങ്ങളിൽ മാത്രം കൈത്തണ്ടയിൽ ഒരൊറ്റ പുണ്യച്ചരട് കെട്ടാൻ സൈനികർക്ക് അനുമതിയുണ്ട്. സിഖ് സമുദായത്തിൽപ്പെട്ട സൈനികർക്ക് അവരുടെ മതപരമായ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ പിന്തുടരാൻ പതിവ് പോലെയുള്ള പ്രത്യേക ഇളവുകൾ ഈ മാർഗരേഖയിലും നിലനിർത്തിയിട്ടുണ്ട്. മുൻകൂർ അനുമതിയില്ലാതെ രാഷ്ട്രീയ മത പ്രതിഷേധ കൂട്ടായ്മകളിലോ സ്വകാര്യ പാർട്ടികളിലോ മാധ്യമ പരിപാടികളിലോ യൂണിഫോം ധരിച്ച് പങ്കെടുക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ മാറ്റം അനിവാര്യമാകുന്നത് എന്ന് നോക്കാം. ഈ യൂണിഫോം പരിഷ്കാരങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുക്കപ്പെട്ട തീരുമാനമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സൈന്യത്തിലും പ്രതിരോധ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള സാംസ്കാരിക നവീകരണത്തിന്റെ തുടർച്ചയാണിത്. 2021 ഗുജറാത്തിലെ കേവാഡിയയിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ കാലഹരണപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തിയില്ലാത്തതുമായ കൊളോണിയൽ രീതികളിൽ നിന്ന് സേനയെ പൂർണ്ണമായും മുക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. 2023 ഫെബ്രുവരിയിൽ തന്നെ സൈന്യം നിരവധി ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ആചാരങ്ങൾ നിർത്തലാക്കിയിരുന്നു. ഔദ്യോഗിക ചടങ്ങുകളിലെ കുതിരവണ്ടികളുടെ ഉപയോഗം, ഉയർന്ന ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോഴുള്ള പരമ്പരാഗത പുൾ ഔട്ട് സമ്പ്രദായം, ഔദ്യോഗിക വിരുന്നുകളിലെ പൈപ്പ് ബാൻഡുകൾ എന്നിവയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അതിനു പുറമെ അടുത്തിടെ രാജ്യത്തുടനീളമുള്ള സൈനിക ക്യാമ്പുകളിലെയും കന്റോൺമെന്റുകളിലെയും 246 റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും കൊളോണിയൽ പേരുകൾ മാറ്റി ഇന്ത്യൻ വീരനായകന്മാരുടെ പേരുകൾ നൽകുകയുണ്ടായി. ഉദാഹരണത്തിന് ഡൽഹി കണ്ടോൺമെന്റിലെ മാൾ റോഡ് പരമവീര ചക്ര ജേതാവായ അരുൺ ഖേത്രപാലിന്റെ സ്മരണാർത്ഥം അരുൺ ഖേത്രപാൽ മാർഗ് എന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ടു. ചുരുക്കത്തിൽ ആർമി യൂണിഫോംസ് 2026 കേവലം ഒരു പുതിയ വസ്ത്രധാരണ രീതിയല്ല, അതൊരു മാനസികമായ പരിവർത്തനമാണ്. പതിറ്റാണ്ടുകളായി നമ്മെ പിന്തുടരുന്ന ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ഇടയിൽ അകലം സൃഷ്ടിച്ചിരുന്ന കൊളോണിയൽ മാനസികാവസ്ഥയുടെ അവസാന കണ്ണികളെ കൂടി അറുത്തു മാറ്റുകയാണ് ഇതിലൂടെ. സ്വന്തം സ്വത്വത്തിലും പരമാധികാരത്തിലും അഭിമാനിക്കുന്ന, ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരാധുനിക സേനയായി ഇന്ത്യൻ കരസേന മാറുമെന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണിത്. പഴയതിനെ കുറ്റപ്പെടുത്തുകയോ ചരിത്രത്തെ മായ്ച്ചു കളയുകയോ അല്ല, മറിച്ച് പുതിയ കാലത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് തികച്ചും ഇന്ത്യൻ മൂല്യങ്ങളെ സൈനിക അച്ചടക്കവുമായി സമന്വയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മാറ്റങ്ങൾ വരും തലമുറയിലെ ഇന്ത്യൻ സൈനികർക്ക് കൂടുതൽ ആത്മവിശ്വാസവും തദ്ദേശീയമായ അഭിമാന ബോധവും പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന നിഴലുകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവന്ന് തികച്ചും ഭാരതീയമായ ഒരാത്മാവോടെ ഇന്ത്യൻ സൈന്യം രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുമ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത് അതിശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പുതിയ ഇന്ത്യയുടെ ഉദയത്തിനാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.